അങ്ങനെ ഓണം നിവിൻ പോളി തൂക്കിയിരിക്കുകയാണ് ഗൈസ്. ബെത്ലഹേം കുടുംബ യൂണിറ്റ്, നമുക്കറിയാം ഗിരീഷ് ഷേഡിന്റെ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്രയും റിപ്പീറ്റ് വാല്യൂ ഉള്ള ഫൺ മൂവീസ് ആയിരിക്കും. അങ്ങനെയുള്ളൊരു പടത്തിൽ നിവിൻ പോളി എത്തുകയാണ്. അതാണ് അതിനെ പറയാനുള്ള ഒറ്റ വാക്ക്, ഗംഭീര പടം. ആദ്യം മുതൽ അവസാനം വരെ ഒട്ടും ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു കോമഡി, കിടിലൻ കോമഡി എന്റർടൈനറാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ഞാൻ പറയുകയാണെങ്കിൽ നിവിൻ പോളിനെ സിമ്പിളായിട്ട് കേക്ക് വാക്കായിട്ടുള്ള പുള്ളിയുടെ സേഫ് സോൺ ഇത് മതി. എല്ലാവരും പറ ഒരേ ടൈപ്പ് സാധനം എന്നൊക്കെ പറഞ്ഞ് കുറെ മാറി മാറി അവസാനം നമ്മുടെ നിവിൻ പോളിനെ നമ്മളെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സർവമായ കൊളുത്തി. അതിനുശേഷം ഇപ്പോൾ ബദ്ലഹേം തൂക്കി അടിച്ചിരിക്കുക. നിവിൻ പോളിൻ്റെ ഒപ്പം മമിത ബൈജു ആയാലും റോഷൻ ഷാനവാസ്, നമ്മുടെ ആവേശത്തിൽ ശാന്തൻ, എന്ത് രസമായെന്നറിയോ. ലാസ്റ്റ് വരെയും ചില വൺ ലൈനേഴ്സ് ആയിക്കോട്ടെ, ചില കോമഡിയൊക്കെ അടിപൊളിയായിരുന്നു. നമ്മുടെ സംഗീത് പ്രതാപ് ഉണ്ട്. എന്താ പറയുക, ഫുൾ വൈബ് പടം. ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് ബോറടിയേ ഇല്ല. അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഫാമിലിയൊക്കെ അങ്ങനെ അടിച്ച് കയറി വരും ഉറപ്പായിട്ട്. ഇനിയിപ്പോൾ ഓണത്തിൻ്റെ വെക്കേഷൻ തുടങ്ങുകയാണ്. പിള്ളേർക്കൊക്കെ അങ്ങനെ അടിച്ച് രസകരമായി കാണാൻ പറ്റിയ ഒരു കിടിലൻ പടമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒപ്പം അതിൻ്റെ വിഷ്വൽസ് ആയാലും ഒരു സിമ്പിൾ പടം എന്നൊക്കെ പറയില്ലേ, അഫ്കോഴ്സ് ഗിരീഷ് ഷേഡിൻ്റെ പടം നമ്മൾ കണ്ടിട്ടുണ്ടാകും. വളരെ സിമ്പിളായിട്ട് പറയുന്ന ഹ്യൂമർ, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയ്ക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടം പോലെ സംഭവങ്ങൾ. പിന്നെ ലോട്ട് ഓഫ് റെഫറൻസ് എന്ന് പറയാം. നമ്മൾ സാധാരണ ഡെയിലി ജീവിതത്തിലാണെങ്കിൽ നമ്മൾ സിനിമ ഡയലോഗ്സ് ഒക്കെ പ്രയോഗിക്കുമല്ലോ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ. അതേപോലെ ഒരു യൂഷ്വൽ ആയിട്ടുള്ള ഡയലോഗ്സും അതിനുണ്ടാക്കുന്ന ആ ഒരു പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു സംഭവം ഒക്കെ കിട്ടുമായിരുന്നു. എന്തായാലും ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചത് ഇവർ രണ്ടുപേരുമുള്ള കോംബോ ആയിരുന്നു എനിക്ക് ഭയങ്കര കാരണം ഒരു വല്ലാത്തൊരു വ്യത്യാസം നമുക്ക് തോന്നി. ഏജ് ഡിഫറൻസ് ആയാലും ഇവർ തമ്മിൽ കപ്പിൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷെ ഇതിൽ ഭയങ്കര രസമായിരുന്നു ശരിക്കും. ആ ക്യാരക്ടർ, എനിക്ക് നിവിൻപോളിന്റെ ക്യാരക്ടർ ഇതിൽ അടിപൊളി ഏറ്റവും ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് എന്നുള്ള ഒരു ക്യാരക്ടറായിരുന്നു. നമ്മൾ അങ്ങനെ ആകാൻ ഒരു ഇതാകും. കാരണം ഒരു നല്ല രസമുള്ളൊരു ഒരു ഇച്ചിരി കലിപ്പനാണെങ്കിലും കുറച്ചൊരു ഫ്രണ്ട്ലി ആകും. അല്ലെങ്കിൽ മൊത്തത്തിലൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലുള്ളൊരു ഇച്ചായം കഥാപാത്രമായിട്ട് തന്നെ നമ്മുടെ ആളെടുത്തിരിക്കുകയാണ്. ഒപ്പം നമ്മുടെ കൺവിൻസിങ് സ്റ്റാർ ആയിട്ടുള്ള സുരേഷ് കൃഷ്ണയുണ്ട്. പുള്ളിയുടെ ചില ഡയലോഗ്സ് ആ സമയത്ത് സ്പോട്ടിൽ ഉള്ള കൗണ്ടേഴ്സ് ഒക്കെ കിടിലൻ. തിയേറ്ററിൽ ഭയങ്കര കയ്യടി കിട്ടിയ ഒരു സാധനങ്ങളൊക്കെ ആയിരുന്നു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഒപ്പം നമ്മുടെ മറ്റേ എന്താ സാധനം, ജസ്റ്റ് കിഡിങ്, ആ പുള്ളി ഉണ്ടായിരുന്നു. പുള്ളീൻ്റെ ഒരു സാധനം ഉണ്ട് മറ്റേ സ്റ്റേജിൻ്റെ അവിടെ ഗ്രൗണ്ടിൽ വെച്ചിട്ട്. അതൊക്കെ നൈസ് പരിപാടിയായിരുന്നു. അങ്ങനെ ഞാൻ പറയില്ലേ, മൊത്തത്തിൽ എല്ലാവർക്കും സ്പേസ്, അതായത് ഹ്യൂമറിന് എല്ലാവർക്കും സ്പേസ് കൊടുത്തുകൊണ്ട് നമ്മളെ അവസാനം വരെ ചിരിപ്പിക്കുന്ന ഒരു ഗംഭീര എന്റർടൈനറാണ് ബദ്ലഹേം കുടുംബ യൂണിറ്റ്. തീർച്ചയായും പോയി കാണാം. ഫാമിലി ആയിട്ട് പോയി കാണാൻ എനിക്ക് ഒന്നുകൂടെ കാണണമെന്നുണ്ട്. നല്ല റിപ്പീറ്റ് വാല്യൂ ഷുവർ ആയിട്ടുള്ള ഒരു സാധനമാണ് ബദ്ലഹേം കുടുംബ യൂണിറ്റ്. ഒപ്പം ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം ഭയങ്കര ഡാർക്ക് ഒന്നും ആക്കിയിട്ടില്ല. ഒരു അത്രയും ഇമോഷണൽ സിറ്റുവേഷൻസിൽ പോലും സ്ലൈറ്റ് ആയിട്ട് ഹ്യൂമർ ആഡ് ചെയ്തിട്ടാണ് ഈ സിനിമ പറഞ്ഞു പോയിട്ടുള്ളത്. അത് കാരണം നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് ഇതാവില്ല. ഭയങ്കര ചിരിച്ച് ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. നമ്മൾ ചിരിച്ച് ഇത്തിരി ടെൻഷൻ ഉണ്ടെങ്കിൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ചിരിച്ച് കളിച്ച് അവസാനം ഹാപ്പി ആയിട്ട് തിരിച്ചു തരാൻ പറ്റുന്ന ഒരു കിടിലൻ മൂവിയാണ്. ഫൈനലി നിവിൻ പോളി മതി, ഇങ്ങനത്തെ പടങ്ങൾ മതി. അപ്പോൾ അതുപോലെ തന്നെ വരട്ടെ ഇനിയും. എന്തായാലും പോയി കാണുക. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ബൈ.